ഹലോ മക്കളെ, നിങ്ങളെല്ലാവരും എന്നെ കാണാനില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കണ. വീണ്ടും കാണാൻ മക്കളെ എന്ന് പറഞ്ഞു പോയ ആ തള്ള ഏത് വഴിക്ക് പോയാൽ എന്തോന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കണം എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് നിങ്ങളെ വിളിക്കുന്നത്, സംസാരിക്കുന്നത്. കാര്യം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, എനിക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിപ്പോയി. അപ്പോൾ ഇത് ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ടെണ്ണം ഞാൻ ചെയ്ത് വെച്ചതാണ്. അപ്പോഴും കൊച്ചുമോനെ കൊണ്ടത് ഇടിയിക്കാൻ ആണോയെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഹോസ്പിറ്റൽ കേസ് വന്നു. എനിക്ക് പനിയായിട്ട് ഞാൻ ഒരാഴ്ച കൂടുതൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് പിന്നെ ഇന്നലെയാണ് ഇറങ്ങിയത്. ഇന്നലെ ഇറങ്ങി വീട്ടിൽ വന്ന് ഇന്ന് രാവിലെ എഴുന്നേറ്റ് എല്ലാവർക്കും കാപ്പിയൊക്കെ കൊടുത്ത് പെട്ടെന്ന് കാപ്പിയൊക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ എനിക്ക് വെപ്രാളം കയറിയാണ്. ഞാൻ കഴിച്ചില്ല, കഴിക്കുന്നതൊക്കെ പിന്നെ എൻ്റെ കൊച്ചുങ്ങളടുത്ത് സംസാരിക്കട്ടെ എന്നുള്ള ഇതിൽ വെപ്രാളപ്പെട്ട് ഞാൻ വന്ന് ഇരുന്ന് സംസാരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കിടന്നെങ്കിലും അസുഖമായിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴൊക്കെ നിങ്ങളാണ് എൻ്റെ നെഞ്ചിൽ. നിങ്ങളുമായിട്ട് സംസാരിച്ചതിന് ശേഷം പിന്നെ എപ്പോഴും നിങ്ങളെ ചിന്ത മാത്രമേ എനിക്കുള്ളൂ. എന്താണ് കാര്യം, എന്തോന്നാണ് ചിന്തിക്കുന്നതെന്ന് അറിഞ്ഞൂടെ. എപ്പോഴും ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിച്ച് കിടക്കും. ഉറങ്ങുമ്പോഴും ഉണരുന്ന സമയത്തും പെട്ടെന്ന് ആദ്യം ചിന്തിക്കുന്ന നിങ്ങളെക്കുറിച്ചാണ്. എന്തായാലും നിങ്ങൾ എൻ്റെ മനസ്സിൽ കയറി കഴിഞ്ഞ് എനിക്ക് സമാധാനം ഇല്ലാത്ത കണക്കായി കഴിഞ്ഞ് നിങ്ങൾ. അപ്പോഴെൻ്റെ മക്കൾക്കെല്ലാം സുഖം തന്നെ അല്ലേ? ഇപ്പം മഴയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് വളരെ സൂക്ഷിച്ചെല്ലാവരുമൊക്കെ ഇരിക്കണം. മഴ നനയാൻ പോകരുത്, അസുഖങ്ങൾ വരാതിരിക്കാൻ ശ്രമിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഹോമിയോ ആശുപത്രി പോയാൽ, ഗവൺമെൻറ് ആശുപത്രി പോയാൽ പകർച്ചപ്പനി വരാതിരിക്കാനുള്ള ഹോമിയോ ഗുളിക കിട്ടും. അതിന് 4 ഗുളിക വെച്ച് കാലത്തും വൈകിട്ടും 4 ഗുളിക വീതം 5 ദിവസം കഴിക്കണം. അപ്പോഴങ്ങനെ ആണെങ്കിൽ ഈ ഇപ്പോൾ ഉള്ള പകർച്ചപ്പനികളൊന്നും വരാതെ, അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ തന്നെ വലിയ പ്രശ്നമില്ലാതെ അങ്ങ് പോവും. അതുകൊണ്ട് എല്ലാവരും അത് മേടിച്ച് കഴിക്കണം. ഞാൻ ഇവിടെ എനിക്ക് പനി വന്നത് പേടിച്ച് ഞാൻ പിന്നെ ഇവിടെ ഹോമിയോ ആശുപത്രി ഇന്നലെ തന്നെ കയറി ഗുളികകൾ മേടിച്ച് ഇവിടെ അടുത്തുള്ള വീടുകളിലെല്ലാം ഞാൻ കൊച്ചുങ്ങളെ കയ്യിൽ കൊടുത്തയച്ച്. കാര്യം നമ്മളെ കൊണ്ടൊക്കുന്നത് നമ്മൾ ചെയ്യണമല്ലേ. അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ ഒരു സമാധാനത്തിൽ ഇരിക്കുകയാണ്. പിന്നെ എൻ്റെ ഇവിടുത്തെ മക്കളെല്ലാം കാപ്പിയും കുടിച്ച് എല്ലാവരും പലരും പല വഴിക്കോട്ടൊക്കെ പോയി. ഇപ്പം ഞാൻ നിങ്ങളടുത്ത് സംസാരിച്ചിട്ടേ ഇനി കാപ്പി കുടിക്കുന്നുള്ളൂ. അപ്പോഴങ്ങനെ ഇരിക്കുന്നു. നിങ്ങളെല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചല്ലേ? സുഖം തന്നെയല്ലേ? സുഖമെന്ന് കേൾക്കാനാണ് എനിക്കിഷ്ടം. സുഖമായിട്ട് തന്നെ ഇരിക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് എനിക്ക് ബി പി കൂടിയപ്പോൾ ഡോക്ടർ ചോദിച്ചെന്ത് ഇപ്പോൾ ഇങ്ങനെ ബി പി കൂടാൻ കാര്യമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ് ചിന്ത കൂടിയെന്ന്. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ വലുതായിട്ട് ചിന്തിക്കുകയൊന്നും വേണ്ട, ഇവിടെ നിന്ന് പോകണമെങ്കിൽ ചിന്തിക്കാതെയൊക്കെ കിടക്കാൻ പറഞ്ഞ്. എന്നാലും നമുക്കത് വിടാൻ പറ്റൂലല്ലേ. ആ ചിന്ത ഇങ്ങനെ തന്നെ ഉണ്ട്. എന്നിട്ട് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരാനായിട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് പിന്നും ബി പി കൂടത്തക്ക വലിയ ഒരു പ്രശ്നം എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. കാര്യം ഞാൻ ഇതിനു മുമ്പ് കുറച്ച് ദിവസം മുമ്പ് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ആണ് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ കാണാൻ ഞാൻ വെളിയിൽ പോയി സാധനമൊക്കെ മേടിക്കാനായിട്ട് വെളിയിൽ പോയിട്ട് ഞാൻ തിരിച്ച് കയറി വന്നപ്പോൾ അടുത്ത ബെഡിൽ ഒരു മോനെ അഡ്മിറ്റാക്കി. മോൻ കിടക്കുന്നു, മോൻ്റെ ഭാര്യ അടുത്തിരിപ്പുണ്ട്. അവർ രണ്ടുപേരും ആണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ